ഹായ് എവ്രി വൺ, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് NIOS മലയാളത്തിലെ ചാപ്റ്റേഴ്സിന് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഇതിൽ TMA മാർക്കും അതുപോലെ പബ്ലിക് എക്സാമിനേഷൻ മാർക്കിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതില് നമ്മുടെ മലയാളത്തില് പബ്ലിക് എക്സാമിനേഷന്റെ മാർക്കിൽ വരുന്നത് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചാൽ മതി. അപ്പോ അത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഉള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ TMA മാർക്കിൽ വരുന്നതാണ് ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയ വിഭാഗം 1 കവിതയാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഇല്ല. രണ്ടാമത്തെ ചാപ്റ്റർ ആയ കാലനില്ലാത്ത കാലം എന്ന പാഠമാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിൽ ഓരോ വിഭാഗങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേത് നമുക്ക് കവിതയെ പറ്റി, രണ്ടാമത്തത് കഥയാണ്, മൂന്നാമത്തതും കവിതയാണ്, നാലാമത്തത് വൈജ്ഞാനിക സാഹിത്യങ്ങളെ പറ്റിയും അഞ്ചാമത്തത് പരിഭാഷയെ പറ്റിയാണ് സെക്ഷൻ തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഭാഗം, അതായത് ഭാഗം 1 രണ്ടാമത്തെ പാഠമായ കാലനില്ലാത്ത കാലം എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ഇല്ല. അപ്പൊ ഇത് കവിതയാണ്. നിങ്ങൾ നന്നായിട്ട് കവിത വായിക്കുക, കവിത വായിച്ച് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക എന്താന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആമുഖത്തില് മലയാള കവിക്ക് 6 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. വാമൊഴി രൂപത്തിലൂടെയും പാട്ട്, മണിപ്രവാളം എന്നീ കൈവരികളിലൂടെയും ഒഴുകിത്തുടങ്ങിയ ആ കാവ്യസരണി 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛനിലാണ് ഒരുമിക്കുന്നത്. 2 നൂറ്റാണ്ടിനു ശേഷമാണ് കുഞ്ചൻ നമ്പ്യാരുടെ അരങ്ങേറ്റം. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് നമ്പ്യാർ കവിതകളുടെ മുഖമുദ്ര. ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻതുള്ളലിലെ ഒരു ഭാഗമാണ്. കാലനില്ലാത്ത കാലം വളരെ കാലമായി കാലൻ ഒരു യുഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതാണല്ലോ നമ്മളിപ്പോ പഠിക്കാൻ പോണേ കേട്ടോ. വൃദ്ധരും കൂടെ തന്നെയുണ്ട്. യമനും കിങ്കരന്മാരും കൃത്യനിർവഹണത്തിലേർപ്പെടാതെയായതോടെ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥയായി. യമൻ എന്നൊരു മൂർത്തി ഇല്ലെന്നായാൽ ലോകത്തിന് ഇതിൽ പരം ഒരു അനുഗ്രഹം ഉണ്ടാകാനില്ല എന്നാണല്ലോ നമ്മുടെ സാധാരണ ബോധം. പക്ഷേ അങ്ങനെയൊരു കാലം വന്നാൽ അനേകായിരങ്ങൾ പരുങ്ങലിലാവുമെന്നാണ് കവി സരസമായി അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഇതിനെ പറ്റിയാണ് ഈ പാഠ്യഭാഗത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തുള്ളൽ കവിതകൾ, ഭാഗം, ഈണം, താളം ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കവിത ചൊല്ലാൻ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു കവിത വായിച്ചു നോക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ കവിത, കുഞ്ചൻ നമ്പ്യാറിന്റെ കാലനില്ലാത്ത കാലം. ഓക്കെ, കാലനില്ലാത്ത കാലം, ഇതാണ് നമ്മുടെ കവിത വരുന്നത്. കുറച്ചധികം തന്നെയുണ്ട് ആ കവിത. അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ വായിച്ചു നോക്കുക, അക്ഷരങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് കിട്ടാനായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ഇതില് എന്താണ് കൊടുത്തിരിക്കുന്നത്, ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗങ്ങളിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് കവിത ഒരുപാടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ഈ കവിതയിൽ പറയുന്നത് മരണം എന്നത് യാഥാർത്ഥ്യമാണോ? നമ്മുടെ ഒപ്പം എപ്പോഴും മരണമുണ്ട് എന്നുള്ളതാണല്ലേ സത്യം. അപ്പോ ഈ ഒരു യാഥാർത്ഥ്യത്തെ വരച്ചു കാണിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഈ ഒരു കവിത. അപ്പോ ഈ ഒരു കവിതയില് യാഥാർത്ഥ്യത്തെ വരച്ചു കാണിക്കുക മാത്രമല്ല, മരണമില്ലാത്തൊരു ലോകത്തെ ഈ ഒരു കവിതയിലൂടെ കുഞ്ചൻ നമ്പ്യാർ സങ്കല്പിക്കുന്നുണ്ട്. മരണമില്ലാതെയായാൽ എന്ത് സംഭവിക്കും? കാലൻ വരാതിരുന്നാൽ എന്ത് സംഭവിക്കും? അതുപോലെ കാലൻ വരുന്ന ലോകത്തെ കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ആളുകളോട്
ഇപ്പൊ കാലം വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാൻ ധൈര്യത്തോടു കൂടി ചോദിച്ച ഒരു കവിയാണ്, ഒരേ ഒരു കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയാം. അപ്പൊ കവി ഈ കവിതയിൽ എന്താ പറയുന്നേ? മരണമില്ലാത്തൊരു കാലം വന്നാൽ, അതായത് കാലൻ വരാതിരുന്നാൽ, അങ്ങനെ ഒരു കാലഘട്ടം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ആ ഒരു ലോകം? പല കവിതകളിലൂടെയും അദ്ദേഹം ഹാസ്യരൂപേണയാണ് അദ്ദേഹം ഈ ഒരു കവിത നമ്മൾക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതം എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ആരായിരുന്നു കുഞ്ചൻ നമ്പ്യാർ? കുഞ്ചൻ നമ്പ്യാറിനെ കണ്ടിട്ടുണ്ടോ? ഇതൊന്ന് ഈ ഫോട്ടോയിലേക്കൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോ ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശി മംഗലത്ത് കലത്താണ് ഭവനത്തിൽ ജനിച്ച അദ്ദേഹം അമ്പലപ്പുഴയിലും തിരുവനന്തപുരത്തുമായിട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടിയത്. അപ്പൊ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശി മംഗലത്താണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അപ്പോ അദ്ദേഹം എവിടെ ജനിച്ചത്? പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് കിള്ളിക്കുരിശി മംഗലം എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേരാണ് കലക്കത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? കലക്കത്ത് അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേരാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു ഡേറ്റ് ഇന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. 18ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത് എന്നുള്ള ഒരു ഏകദേശം ഒരു അറിവ് മാത്രമേ ഇന്നും ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരത്തുമായിരുന്നു അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ കാണാം, അദ്ദേഹം ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമായിട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടിയത്. അപ്പൊ ജനിച്ചത് പാലക്കാടാണെങ്കിലും അദ്ദേഹം ജീവിതം നയിച്ചത് അമ്പലപ്പുഴയിലും തിരുവനന്തപുരത്തുമാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് കുഞ്ചൻ നമ്പ്യാരെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് തുള്ളൽ എന്ന കലയെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ കൃതി സെമന്തകം, രണ്ടാമത്തത് ഘോഷയാത്ര, 3 കല്യാണ സൗഗന്ധികം, 4 ത്രിപുര ദഹനം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതി. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനെ പറ്റി ഏകദേശം ഒരു അറിവൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് കാലനില്ലാത്ത കാലം എന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. അദ്ദേഹം എന്താണ് ഈ കവിതയിൽ നമ്മളോട് പറയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ സങ്കല്പം അനുസരിച്ച് യമദേവനാണ് നമ്മളെ പിടിച്ചുകൊണ്ടു പോകുന്നത്, നമ്മുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോകുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കവിതയുടെ പശ്ചാത്തലവും യമദേവനായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആരുടെ മകനാണ് ഈ യമദേവൻ? അതറിയോ? ആരുടെ മകനാണ് യമദേവൻ? അപ്പൊ യമദേവൻ സൂര്യഭഗവാന്റെ പുത്രനാണ്. മനസ്സിലായോ? യമദേവൻ സൂര്യഭഗവാന്റെ പുത്രനാണ്. ഒരു ദിവസം യമദേവൻ ഒരു വലിയ യാഗം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോ അദ്ദേഹം 500 വർഷത്തോളം എന്ത് ചെയ്തു? യാഗമിരുന്നതോടുകൂടി അദ്ദേഹം തന്റെ ധർമ്മം മറന്നുപോയി. അപ്പൊ യമദേവന്റെ ധർമ്മം എന്താണ്? യമദേവന്റെ ധർമ്മം എന്ന് പറയുന്നത് ആളുകളുടെ ആത്മാവിനെ കൊണ്ടുപോകുക എന്നതാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ലോകത്ത് മരണമില്ലാതെയായി. അപ്പോ ആരും മരിക്കാത്തൊരു ലോകം വന്ന്, ആരും മരിക്കുന്നില്ല,
500 വർഷത്തെ പഴക്കമുള്ള വൃദ്ധന്മാര് വരെയും ഉണ്ടായി. അപ്പോ സ്വന്തം അച്ഛന്റെ മുന്നില് 500 വയസ്സുള്ള ഒരു വൃദ്ധനും എന്തായി? ഒരു കുഞ്ഞായി മാറി. അപ്പൊ ഇതാണ് കഥ. അപ്പോ ഇതെന്ത് സംഭവിച്ചത്? ഭൂമിയില് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. യമദേവൻ തന്റെ ധർമ്മം നിർവഹിക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഈ കവിതയുടെ പശ്ചാത്തലം എന്താണ്? യമദേവൻ തന്റെ ധർമ്മമായ അതായത് മരണത്തെ എടുക്കാതെ അദ്ദേഹം 15 വർഷത്തോളം ധ്യാനത്തില് മുഴുകാണ്. അപ്പോ യാഗത്തില് മുഴുകിയപ്പോ അദ്ദേഹത്തിന് എന്ത് പറ്റിയില്ല? ഇവിടെ വന്നിട്ട് ആളുകളുടെ ജീവനെ എടുക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെ? അപ്പോ അങ്ങനെ ആ പരിഹാരം തീർക്കാൻ വേണ്ടിയിട്ട് ആര് വരികയാണ് ഇവിടേക്ക്? അപ്പോ പ്രശ്നം തീർക്കാൻ ആരാ വന്നത്? ദേവേന്ദ്രൻ പാഞ്ചാലിയുടെ പൂർവ്വ ജന്മത്തെ കാണുകയും അവരുടെ സംഭാഷണത്തില് കുഞ്ചൻ നമ്പ്യാർ പറയാണ്, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ, എന്ത് ചോദ്യമാണ്? കാലനില്ലാത്ത കാലമായാൽ, അത് ആ ഒരു ചോദ്യമാണ് ഇവിടെ നമുക്ക് കവിതയായിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പാഠഭാഗത്തില് കാലനില്ലാത്ത കാലത്തിൽ ഉണ്ടായ അനർത്ഥങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോ മരണമില്ലാതെയായപ്പോൾ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഭൂമിയിൽ ഉണ്ടായത്? ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങളും അനുഗ്രഹങ്ങളാണെന്ന് ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മരണമില്ലാതെയായാൽ എന്തൊക്കെ സംഭവിക്കുമെന്നും മരണം ഒരു അനുഗ്രഹമാണെന്നും ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോ കാലമില്ലാത്ത കാലത്തുണ്ടാവുന്ന ഒന്നാമത്തെ അനർത്ഥം എന്ന് പറയുന്നത് വാളെടുക്കാനും തുള്ളാനും വെളിച്ചപ്പാടില്ലാതെയായി. അപ്പൊ വെളിച്ചപ്പാടുണ്ടായത് എന്തിനാണ്? വെളിപ്പെട്ട് വിവിധ രഹസ്യങ്ങൾ പറയാനാണ് വെളിച്ചപ്പാടുണ്ടായത്, അല്ലേ? പക്ഷേ മരണമില്ലാതായപ്പോ വെളിച്ചപ്പാടിന് തുള്ളാനായിട്ട് സമയമില്ല, വാളെടുക്കാൻ സമയമില്ല. കാരണം എന്താണ്? പട്ടിണിയിലായി. അവര് ഒളിച്ചു ക്ഷയിച്ച് ആരാരും കാണാത്ത സ്ഥലത്ത് വിശ്രമിച്ചു. രണ്ടാമത്തെ കാരണം പറയുന്നത് മൃഗങ്ങൾക്ക് മാംസം വേണം, പക്ഷേ മാംസം ലഭിക്കാതെയായി. കാരണം എന്താ? കൊന്നുകളയാൻ കഴിയുന്നില്ല, ഒരു ജീവിയെയും കൊല്ലാനായിട്ട് സാധിക്കുന്നില്ല. മരണമില്ലല്ലോ, അപ്പോ കൊല്ലാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്വന്തം ശരീരത്തിന്റെ പച്ച മാംസം കഴിക്കേണ്ടി വന്നു. ആർക്ക്? മൃഗങ്ങൾക്ക്. അപ്പൊ മൂന്നാമത്തെ കാരണം പറയുന്നത് പാട്ടുകാർക്ക് പണിയില്ലാതെയായി. കാരണം എന്താ? പട്ടിണി കാരണം അവരുടെ സ്വരം ഇടറാൻ തുടങ്ങി. മാത്രല്ല പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെയായി. അവർക്ക് അതിനുള്ള താല്പര്യം ഇല്ല. നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തേറി സ്ത്രീകളുമായിട്ട് രമിച്ചിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു? അവസാനം അവര് അരയച്ചട്ടിയുടെ കാൽക്കൽ വീണ് ഒരു അന്നത്തിന് വേണ്ടിയിട്ട് അവരോട് അപേക്ഷിക്കേണ്ട അവസ്ഥ വന്നു. ഓക്കെ, അതായത് എനിക്ക് അന്നം തരുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നു. അഞ്ചാമത്തത് പ്രജകൾക്ക് മന്ത്രിമാരെ എന്തില്ല? വിലയില്ലാതെയായി പോയി. മന്ത്രിമാർക്കാണെങ്കിലോ രാജാവിനെയും വിലയില്ലാതെയായി. അപ്പോ ആറാമത് രോഗങ്ങളില്ലാത്ത കാലം വന്നു. വൈദ്യന്മാർക്ക് ജോലിയില്ല. രോഗം തരണത് മരണത്തിന് വേണ്ടിയും കൂടിയാണ്. അപ്പോ മരണമില്ലാത്ത കാലമായപ്പോൾ മരണവും ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് വൈദ്യന്മാർക്ക് ചികിത്സയും ഇല്ലാതെയായി. അവർക്ക് വീടുകളിൽ പോയി വിരുന്നുണ്ണാനുള്ളൊരു സാഹചര്യവും ഇല്ല. അടുത്തതായിട്ട് സംഭവിക്കുന്ന അനർത്ഥം എന്ന് പറയുന്നത് യക്ഷി, ദേവത, ബ്രഹ്മരക്ഷസൊക്കെ പീഡനങ്ങൾ അല്ലെങ്കിൽ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രഹ്മരക്ഷസിൽ നിന്നുള്ള ദോഷങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഈ മരണമില്ലാതായതോടുകൂടിയിട്ട് ഗണിതക്കാരൻ, അതായത് ഇങ്ങനെ കണക്ക് നോക്കിയൊക്കെ പറയില്ലേ, അതായത് മരണം, ഗുണങ്ങള്, ദോഷങ്ങള്, ഇതൊക്കെ പറയുന്ന ഗണിതക്കാരനില്ലേ, അപ്പൊ ഇദ്ദേഹത്തിന് ആളുകളെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അടുത്ത നഷ്ടം ഉണ്ടായത് ആർക്കാ? ഗണിതക്കാരന്. അപ്പോ കണക്ക് നോക്കി കാര്യങ്ങൾ പ്രവചിക്കുന്ന ആൾക്ക്, മനസ്സിലായോ? അവർക്കും പണിയില്ലാതെയായി.
മരണം എപ്പോഴാണ്, ദോഷം എന്താണ്, ഇതൊന്നും ആരും നോക്കാണ്ട്. അപ്പൊ മരണം ഇല്ലാതായപ്പോ ഇതിനൊന്നും വലിയ ഡിമാൻഡ് ഇല്ലാതെയായി. അടുത്തത് നാടുവാഴികൾ. നാടുവാഴികൾക്ക് ഒരുപാട് ചുങ്കം ലഭിച്ചിരുന്നു. ചുങ്കം എന്ന് പറഞ്ഞാല് ടാക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ കപ്പം കിട്ടിയിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ എന്തില്ലാണ്ടായി, ഇതൊന്നും ഇല്ലാതെയായി. അതോടുകൂടിയിട്ട് എന്തായി, പകൽക്കൊള്ള സാധാരണമായി. അപ്പൊ കള്ളന്മാർക്കറിയാം എന്ത്, ആർക്കും മരണമില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ കൊട്ടാരത്തിലെ ഭണ്ഡാരം, പണം നിറഞ്ഞ ആ ഭണ്ഡാരം, സഞ്ചി, അത് മുഴുവനും എന്തായി, കൊള്ളയടിക്കപ്പെട്ടു. അപ്പോ നാടുവാഴികൾക്കും അവരുടെ പ്രതാപം നഷ്ടമായി. അപ്പോ വലിയൊരു വസ്തുത എന്ന് പറഞ്ഞാല് 500 വയസ്സുള്ള ആളും കുഞ്ഞായി മാറി എന്നാണ്. കാരണം എന്താ, അയാളുടെ അപ്പൂപ്പനും അവിടെ ജീവിച്ചിരുന്നു അല്ലെ, അയാളുടെ അപ്പൂപ്പനും അവിടെ ജീവിച്ചിരുന്നുണ്ട്. 500 വയസ്സുള്ള ആളും കുഞ്ഞായി മാറി. നമ്മുടെ അച്ഛന്റെ അച്ഛനൊക്കെ ജീവിച്ചിരുന്നാല് നമ്മളൊരു പേരക്കുട്ടിയാണല്ലേ, അപ്പൊ നമ്മൾ എന്താണ്, കുഞ്ഞാണ് അല്ലെ. അപ്പൊ അതുപോലെ 500 വയസ്സുള്ള വൃദ്ധം പോലും അവിടെ കുഞ്ഞായി മാറി. കാരണം എന്താണ്, അദ്ദേഹത്തിന്റെ അപ്പനും ജീവിച്ചിരുന്നു. അപ്പോ നമ്മൾ എന്താ പഠിച്ചത്, കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിലെ കാലനില്ലാതെയായാൽ എന്തൊക്കെ സംഭവിക്കുമെന്നും, ഇതൊരു വലിയ കവിതയാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പ്രയാസം ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റുകളാക്കി ഇത് പറഞ്ഞു തന്നത്. അപ്പോ ലളിതമായിട്ട് പറഞ്ഞു തന്നതാട്ടോ, പോയിന്റുകളാക്കി ലളിതമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന പാഠഭാഗം നല്ല പോലെ വായിക്കുക. PDF ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവര് PDF നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ വായിക്കുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോകുക. ഓക്കെ, ചിലപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ചൻ നമ്പ്യാരും തുള്ളൽ എന്ന കലാരൂപവും എന്ന് പറയുന്ന ചോദ്യം മേ ബി നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുള്ളൽ എന്നൊരു സാഹിത്യ രൂപത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ എന്തുകൊണ്ടാണ് ഒരു ജനകീയനായി മാറിയത്? മലയാളികളുടെ ഏറ്റവും ഹാസ്യ സാമ്രാട്ട് എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കുഞ്ചൻ നമ്പ്യാർക്ക് ഇടം നേടാൻ കഴിഞ്ഞത്? അപ്പൊ എന്തുകൊണ്ടിട്ടാണ്? നമ്പ്യാർ തുള്ളലിനെ ജനകീയമാക്കി. അപ്പൊ എങ്ങനെയാണ് ഒരു കലാ സാഹിത്യ രൂപം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അതായത് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്ത ഒരു വലിയൊരു സമൂഹമായിരുന്നു. അപ്പോ ഇവരുടെ ഭാഷ തുള്ളലില് കൊണ്ടുവന്നു. അതായത് സാധാരണക്കാരന്റെ ഭാഷ, അതായത് എഴുതാനും വായിക്കാനും അറിയാത്തവന്റെ ഭാഷ, ആ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ എന്തുകൊണ്ടാണ് ജനകീയനായത്? എഴുത്തും വായനയും അറിയാത്ത മലയാളികളുടെ, അതായത് സാധാരണക്കാരന്റെ ഭാഷ കൊണ്ടുവന്നു. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴവൻ, എന്താണ്, കഷണ്ടിത്തലയൻ. അപ്പൊ ഇതുപോലുള്ള ഒരു സാധാരണയായിട്ടുള്ള ഒരു ഭാഷ, അപ്പൊ ഇതുപോലുള്ള സാധാരണക്കാരന്റെ ഭാഷ അദ്ദേഹം പ്രയോഗിച്ചു. അപ്പൊ സാധാരണയായിട്ട് ഇതുപോലുള്ള ഭാഷ ഉപയോഗിക്കുമ്പോൾ സാധാരണക്കാരന് തുള്ളൽ ആസ്വദിക്കാനായിട്ട് കഴിയും. അപ്പൊ എന്തുകൊണ്ടിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായതെന്ന് മനസ്സിലായോ? അതായത് സാധാരണക്കാരന്റെ ഭാഷ, എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്തവന്റെ ഭാഷ, അത് അദ്ദേഹം തുള്ളലിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജനകീയനായത്. കൂടാതെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്നൊരു കൃതിയുണ്ട് സംസ്കൃതത്തിൽ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു കലാരൂപവും ജനകീയമാകണമെങ്കിൽ വാദത്തിന്റെ ഗുണമുണ്ടാവണം, അക്ഷര വ്യക്തത ഉണ്ടാവണം, അതായത് അക്ഷരം ക്ലിയർ ആയിരിക്കണം. കുഞ്ചൻ നമ്പ്യാർ ഏത് കവിത എടുത്ത് നോക്കിയാലും അക്ഷരങ്ങൾ യഥാവിധി ഉച്ചരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പദങ്ങളുടെ സാധാരണത്വം, അതായത് സാധാരണക്കാരന്റെ പദങ്ങളാണ് അദ്ദേഹം കൃതികളിൽ കൊണ്ടുവന്നത്. പിന്നെ ബോധമുള്ളവർക്ക് ബഹുമാനം ഉണ്ടാക്കൽ, അതായത് ബുദ്ധിമാന്മാരായ, അതായത് നമ്മുടെ കൃതികൾ വായിച്ചാൽ നമ്മോട് ബഹുമാനം തോന്നണം, അങ്ങനത്തെ രീതിയിലാണ് കൃതികൾ എഴുതേണ്ടത്. ഇതിനൊക്കെ പുറമെ അദ്ദേഹം പറഞ്ഞു ഹാസ്യം, അതായത് തമാശ ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലേ? ഒരു ശത്രു ആണെങ്കിൽ പോലും നമ്മുടെ തമാശ കേട്ടാല് ഉള്ളിൽ ചിരിക്കും.
അപ്പോ ഇതൊക്കെ സാഹിത്യത്തിൽ അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന്റെ കൃതിയായ പഞ്ചേന്ദ്രോപാഖ്യാനത്തില് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളൊന്ന് പറഞ്ഞുതരാം. യമദേവൻ തന്റെ യാഗങ്ങളൊക്കെ നിർത്തി തന്റെ കർമ്മം നിർവഹിക്കാൻ അദ്ദേഹം ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു മറുപടി കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. അതായത് മൃതശരീരങ്ങൾ കുന്നുകൂടും. അപ്പോ എന്താണ് കുറെ വർഷം കഴിഞ്ഞിട്ടല്ലേ വന്നത്, അതായത് ഇത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുമ്പോ എന്താ സംഭവിക്കുക? മൃതശരീരങ്ങളൊക്കെ കുന്നുകൂടി മറവ് ചെയ്യാനായിട്ട് സ്ഥലമില്ലാണ്ടാവും. ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞാല്, ഒരാൾ മരണപ്പെട്ടൊക്കെ കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആളുകളൊക്കെ പതിയെ പതിയെ അവരുടെ സന്തോഷത്തേക്ക് അല്ല അവരുടെ ജോലികളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങും അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുകയല്ലേ പോവുകയല്ലേ ചെയ്യുക? അതായത് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞാലും ഇത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് ടു ലൈഫിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഈ കവിതയിൽ തന്നെ പറയുന്നുണ്ട്, മരണം ഒരു അനുഗ്രഹമാണ്. കാരണം കുറെ ആളുകൾ മരിക്കുകയും കുറെ ആളുകൾ ജനിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന്റെ ബാലൻസ്, സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യം, കാലമില്ലാത്ത കാലത്ത് നമ്മൾ ഒരുപാട് അനർത്ഥങ്ങൾ പഠിച്ചു. ഇത് മേ ബി ചുരുക്കി എഴുതാനായിട്ടൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒരു എസ്സേ ചോദ്യം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണോ കേട്ടിട്ട് തോന്നിയത്, പഠിച്ചിട്ട് തോന്നിയത്, അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ അടുത്തൊരു ചോദ്യം വരാം, തുള്ളൽ ജനകീയമാക്കുന്നതിൽ കുഞ്ചൻ നമ്പ്യാരുടെ പങ്ക് എന്താണെന്ന് വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതനുസരിച്ച് നിങ്ങൾക്ക് ആ പാഠം കേൾക്കുക, കേട്ടതിന് ശേഷം അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതിലെല്ലാവരും ചെയ്യേണ്ടത് നന്നായിട്ട് ലെസൺ കേൾക്കുക, വായിക്കുക, എല്ലാം നല്ലപോലെ വായിക്കുക, അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് എഴുതാൻ പറ്റും. പാഠം എന്താണെന്ന് മനസ്സിലാക്കുക, കുറച്ച് വായിക്കുക, നിങ്ങൾ ലെസൺസ് വായിക്കുക. അപ്പൊ എന്തായാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഗം 1 രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. ഇമ്പോർട്ടന്റ് പബ്ലിക് എക്സാമിനേഷന്റെ ചാപ്റ്റർ ആണ്. നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.